ഹായ് മച്ചന്മാരെ, അപ്പോൾ നമ്മൾ ഇന്നൊരു മെയിൻ്റനൻസിന് പോയപ്പോൾ കണ്ട സംഭവമാണ് കേട്ടോ. DBയിൽ ഫുള്ള് മണ്ണ്. അപ്പോൾ ഈ മണ്ണ് വരാനുള്ള കാരണം എന്താണെന്നും ഇത് എങ്ങനെ ഒഴിവാക്കാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് നമ്മൾ ഇതിൽ വന്നത്. അപ്പോൾ എന്താ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണ്? കാരണം എന്താ വെച്ചാൽ ചില്ലറ ലാഭം കൊണ്ട് നമ്മൾ ലാഭം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ അത് പിന്നീട് വലിയൊരു നഷ്ടത്തിലേക്കാണ് നമ്മൾ പോവുക. അപ്പോൾ ഈ വീട്ടിൽ നമ്മൾ വർഷാവർഷം വന്ന് ഇങ്ങനെ MCB ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുക, കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വരുമ്പോൾ. അപ്പോൾ ഒരു പരിധി വരെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഞാൻ ചെയ്യുന്ന പോലെ അല്ലെങ്കിൽ മറ്റുള്ളവർ ചെയ്ത പോലെ നമുക്ക് ചെയ്താൽ ഒരു പരിധി വരെ എന്ത് ചെയ്യുക, നമുക്കിത് സെറ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയാണ് ഇട്ടത്. നമ്മൾ DBയുടെ മുകളിലാണെങ്കിൽ കൂടുതൽ പൈപ്പ് ഇറക്കുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ നമ്മൾ എന്ത് ചെയ്യുക, PVC ഷീറ്റിൽ ഹോൾ ചെയ്തിട്ട് എന്ത് ചെയ്യുക, പൈപ്പ് ഇറക്കിയാൽ മതി. പക്ക ടൈറ്റ് ആയിരിക്കണം കേട്ടോ. 20 mm പറഞ്ഞാൽ 20 mm തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ബോക്സ് പക്ക ഫില്ല് ചെയ്യണം. 4 സൈഡും 6 സൈഡിൻ്റെ 6 സൈഡും ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. എന്താ വെച്ചാൽ ഫില്ല് ചെയ്താൽ ഒരു പരിധി വരെ ഉറുമ്പ് സിമെന്റിലൂടെ കടന്നു വരുന്നില്ല, അല്ലെങ്കിൽ കുമ്മായത്തിലൂടെ കടന്നു വരുന്നില്ല. അപ്പോൾ ഇത് ഒരു മെത്തേഡാക്കി കണ്ടെത്തിയിട്ട് അടുത്തത് എന്താ വെച്ചാൽ ഈ അഡാപ്റ്റർ ഉപയോഗിക്കുക. അഡാപ്റ്റർ ഉപയോഗിക്കുമ്പോൾ എന്താ വെച്ചാൽ ഈ DBയിൽ ഇത്രയും പൈപ്പ് ഇറങ്ങുന്നതുകൊണ്ട് DBയിൽ നമുക്ക് അഡാപ്റ്റർ ഉപയോഗിച്ചാൽ ഡബിൾ ലെയർ ആയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ എന്താ ചെയ്യും, മേളിൽ ബീം കട്ട് ചെയ്യേണ്ട ഒരു അവസ്ഥ വരും. ആ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നീളത്തിൽ കൂടുതൽ അടിക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ പല സൈറ്റിലും പല വിധേന എന്ത് ചെയ്യുന്ന അഡാപ്റ്ററുകൾ, പിന്നെ മെറ്റൽ ബോക്സ് ആയാലും MD ബോക്സിലായാലും അതല്ല DBയിലായാലും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു പരിധി വരെ ഞാൻ ഇപ്പോൾ 100 സൈറ്റ് എടുക്കുകയാണെങ്കിൽ 99 സൈറ്റിലും എന്തുന്നുണ്ട്, അങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. ഇൻ കേസ് വരാതിരിക്കട്ടെ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ എന്താ വെച്ചാൽ കുറച്ച് എക്സ്പെൻസുള്ള സംഭവമാണെങ്കിലും ചിലവർക്കൊന്നും അംഗീകരിക്കാനില്ല, ചില ഇലക്ട്രീഷ്യന്മാർക്കും അംഗീകരിക്കാനില്ല. ഇതൊക്കെ പായ്ച്ചലമാണ്, ഇത് സമയത്തെ കൊല്ലുന്ന പരിപാടിയല്ല എന്ന് ചോദിക്കുന്നതാണ്. അവരോട് പറയാൻ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു നന്നായി തീരുമാനിച്ചിട്ടില്ലെങ്കിൽ പിന്നെ നന്നായിട്ട് കാര്യമില്ല. അപ്പോൾ പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്ത്, അല്ലെങ്കിൽ നിങ്ങൾ വീട് എടുക്കണം, നിങ്ങൾ വീട് എടുക്കുന്ന ഒരാളാണെങ്കിൽ എന്താണ് ഏറ്റവും ബെറ്ററായ കാര്യങ്ങൾ ഇലക്ട്രീഷ്യനോട് പറയേണ്ടത് എന്താ വെച്ചാൽ അഡാപ്റ്റർ ഉപയോഗിച്ച് ചെയ്യണം. അതേപോലെ തന്നെ ബോക്സ് എല്ലാം ഫില്ല് ചെയ്യണം, ഒരേ ലെവലിലായിരിക്കണം. ഒക്കെ ഒന്ന് വ്യക്തമായിട്ട് പറഞ്ഞു കൊടുത്താൽ ഭാവിയിൽ എന്താ നിങ്ങൾക്ക് വലിയ തലവേദന ഒഴിഞ്ഞ് കിട്ടും. അപ്പോൾ നമ്മൾ സൈറ്റിലൊക്കെ എന്താ വെച്ചാൽ പരമാവധി എന്താ വെച്ചാൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ പറഞ്ഞിട്ട് ഒത്തിരി പേര് നമ്മളെ വിളിക്കുന്ന മെയിൻ്റനൻസിനായിട്ടും, അല്ലെങ്കിൽ ഈ ചുമരിലൊക്കെ കറണ്ട് പിടിക്കണം, കുഞ്ഞു മക്കൾക്ക് കറണ്ട് അടിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ ഇതേപോലത്തെ കാരണം കൊണ്ടൊക്കെ ഉറുമ്പ് എന്തെങ്കിലും വയറ് തിന്നും. കുറച്ച് കാലങ്ങളൊക്കെ ഏത് വലിയ ബ്രാൻഡിൻ്റെ ആണെങ്കിലും ഇൻസുലേഷനൊക്കെ പവറുള്ളൂ. അപ്പോൾ എന്താ വെച്ചാൽ അതിന് നമ്മളൊരു പരിധി വരെ നമ്മൾ ഒഴിവാക്കി കഴിഞ്ഞാൽ, ഇതേപോലെ അഡാപ്റ്ററൊക്കെ ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബോക്സ് കാണാനും വൃത്തിയുണ്ടാവും. ഉറുമ്പ് വരാനുള്ള എല്ലാ ഹോളുകളൊന്നൊക്കെ നമുക്ക് അടിച്ച് വ്യക്തമായിട്ടൊന്ന് സെറ്റാക്കി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു തലവേദന, നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു തലവേദന നമുക്ക് ഒഴിഞ്ഞ് കിട്ടും. അങ്ങനെ ഒന്ന് ചെയ്തിട്ട് അതേപോലെ ചെയ്യുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് എന്തായാലും കമൻറ്റുകൾ ഇടണേ. അതേപോലെ തന്നെ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അതേപോലെ വീടിൻ്റെ വർക്കൊക്കെ എടുക്കുന്ന പോലെ എന്തായാലും പരമാവധി ഷെയർ ചെയ്ത് കൊടുക്കട്ടെ, ഉപകാരപ്പെടട്ടെ. ഓക്കെ.